KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. കോടതി നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, നേരത്തെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിലപാട്. പക്ഷേ കോടതിയുടെ ഇടപെടലിന് പിന്നാലെ കേസെടുക്കുന്നു. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തുന്നുണ്ട് ഷഫീദ്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നാണ് അഭിഭാഷകൻ വഞ്ചൂർ കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള ബൈജു നോയർ ഒരു സ്വകാര്യ ഹർജി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തത്. ഈ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നടപടിയെടുക്കാൻ കന്റോൺമെന്റ് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, അതേപോലെ തന്നെ MLA സച്ചിൻ ദേവ് എന്നിവർക്കെതിരെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേരാണ് കേസിലാകെ പ്രതികളായിട്ടുള്ളതിൽ മേയറുടെ സഹോദരി അടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി, മാത്രവുമല്ല ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ തടസ്സം വരുത്തി തുടങ്ങിയ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് KSRTC ഡ്രൈവറായി യദു ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വിമർശനത്തിനും വഴിവെച്ചൊരു സംഭവമായിരുന്നു. കാരണം യദുവിനെതിരെ മാത്രം കേസെടുക്കുകയും പരാതിപ്പെട്ടിട്ടും മേയർക്കും സച്ചിൻ ദേവ് MLAക്കും എതിരെ കേസെടുത്തില്ല എന്നുള്ളതായിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. പ്രത്യേകിച്ച് പെരുവഴിയിൽ പാതിരാത്രിയിൽ ജീവനക്കാരെ അടക്കം KSRTC ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. മാത്രവുമല്ല അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണ KSRTC പാലിക്കുന്ന പ്രൊസീജിയേഴ്സ് പാലിച്ചില്ലെന്നടക്കമുള്ള ഗുരുതരമായ ആക്ഷേപം അത് സർക്കാരിനെതിരെ പോലും എത്തിയിരുന്നു. ഒടുവിൽ കോടതിയിലേക്ക് ഒരു പരാതി എത്തേണ്ടി വന്നു MLAക്കും മേയർക്കും എതിരെ കേസെടുക്കാൻ എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ഏതായാലും ആ ഹർജിക്ക് പിന്നാലെ കോടതി നിർദ്ദേശം ഉണ്ടാവുകയും കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് ഈ KSRTC ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. റീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി.